ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് തകഴിയിൽ ശാസ്താ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. കേരളത്തിന്റെ രക്ഷയ്ക്കായി ശ്രീ പരശുരാമൻ ശാസ്താവിനെ പ്രതിഷ്ഠിച്ച കൂട്ടത്തിൽ ശ്രീ വല്ലഭ ഗ്രാമമെന്ന് പ്രസിദ്ധിപ്പെട്ട തിരുവല്ലയുടെ കിഴക്കൻ മലയിലും ഒരു ശാസ്താ പ്രതിഷ്ഠ നടത്തിയിരുന്നു. ആ നാട്ടിലുള്ളവർ അവിടെ ക്ഷേത്രം പണിയുകയും കലശം നടത്തുകയുമൊക്കെ ചെയ്തു. ശാസ്താവിനെ അവരുടെ പരദേവതയായി ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തു പോന്നു. ആ ഗ്രാമത്തിലെ ബ്രാഹ്മണർ ആ ക്ഷേത്രത്തിൽ വെച്ചാണ് വേദാധ്യയനം നടത്തിപ്പോന്നത്. അതിനാൽ ഓത്തന്മാർ മല എന്ന് ആ മലയ്ക്ക് പേരുണ്ടായി. ഓത്തന്മാർ മല ശാസ്താവ് എന്ന് ശാസ്താവിനെയും വിളിച്ചു തുടങ്ങി. ക്രമേണ ഈ പേരുകൾ ലോപിച്ച് ഓതർമലയെന്നും ഓതർമല ശാസ്താവ് എന്നുമായി തീർന്നു. വർഷങ്ങൾ ഏറെ കഴിഞ്ഞ ശേഷമാണ് ആ ഗ്രാമത്തിൽ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായത്. വേദാധ്യയന മഠങ്ങളും അതോടൊപ്പം ഉണ്ടായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് അവിടെ വിഷ്ണു ക്ഷേത്രത്തിനായി തീർന്നു പ്രാധാന്യം. ഓതർമല ശാസ്താവിനെ ആളുകൾ ഓർക്കാതെയും ആദരിക്കാതെയുമായി തീർന്നു. ആരും നോക്കാനില്ലാതായതോടെ ശാസ്താ ക്ഷേത്രം നനഞ്ഞൊലിച്ചും ഇടിഞ്ഞു പൊളിഞ്ഞും നിശേഷം നശിച്ചു. ശാസ്താവിന്റെ ദിവ്യ വിഗ്രഹം മാത്രം അവിടെ ശേഷിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരാണ്ടിൽ അതിയായ കാലവർഷം ഉണ്ടാവുകയും ഓതർമല പൊട്ടി ശക്തിയായ ജലപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. പടിഞ്ഞാറോട്ട് കുത്തി ഒളിച്ച ജലപ്രവാഹത്തിൽ ശാസ്താ വിഗ്രഹം പിഴുത് വെള്ളത്തിൽ ഒലിച്ചുപോയി. അത് തകഴിയിലുള്ള പുഞ്ചപ്പാടത്ത് ചേറ്റുകുഴിയിൽ പുതഞ്ഞു കിടപ്പായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം വടക്കു നിന്ന് ഒരു വഞ്ചിയിൽ കയറി വരികയായിരുന്ന വില്ലുമംഗലത്ത് സ്വാമിയാർ എന്ന ദിവ്യൻ തകഴിക്കടുത്തു കൂടി തെക്കോട്ട് സഞ്ചരിച്ചപ്പോൾ ഒരു അത്ഭുതം ദർശിച്ചു. ദിവ്യനായി ഇരുന്നതിനാൽ കിഴക്കുഭാഗത്തായി ഒരു ദിവ്യ തേജസ് അദ്ദേഹം കണ്ടു. അത് വില്ലുമംഗലത്ത് സ്വാമിയാർക്കല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയുമായിരുന്നില്ല. വഞ്ചി ഉടനെ കിഴക്കേക്കരയിൽ അടുപ്പിക്കുവാൻ വില്ലുമംഗലത്ത് സ്വാമിയാർ വഞ്ചിക്കാരോട് ആജ്ഞാപിച്ചു. അവർ വഞ്ചി കിഴക്കേ കരയിൽ അടുപ്പിച്ചു. സ്വാമിയാരും കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും കരക്കിറങ്ങി. സ്വാമിയാരുടെ ഭൃത്യന്മാർ ഇരട്ട ശംഖ് മുഴക്കി. ശംഖനാദം കേട്ട് കാരണം അറിയാനായി സമീപസ്ഥരായ ആൾക്കാരെല്ലാം അവിടെ കൂടി. ദിവ്യനായ വില്ലുമംഗലത്ത് സ്വാമിയാരെ തിരിച്ചറിഞ്ഞ നാട്ടുകാർ അദ്ദേഹത്തെ വന്ദിച്ചു. അപ്പോഴും വയലിന്റെ ഭാഗത്തു നിന്ന് സ്വാമിയാർക്ക് മാത്രം ദൃശ്യമായ ദിവ്യ തേജസ് കാണുന്നുണ്ടായിരുന്നു. സ്വാമിയാർ ഭൃത്യന്മാരായ ബ്രാഹ്മണരെയും നാട്ടുകാരെയും കൂട്ടി അവിടേക്ക് നടന്നു. സ്വാമിയാർ ആ വയലിൽ ഇറങ്ങി സ്ഥലം തൊട്ട് കാണിച്ചു കൊണ്ട് ബ്രാഹ്മണരോട് പറഞ്ഞു, ഈ സ്ഥലത്തെ പൊതക്കഴി മാറ്റുക, ശ്രദ്ധിച്ചു വേണം ചെളി മാറ്റാൻ. ബ്രാഹ്മണർ ചെളി കുറെ മാറ്റിയപ്പോൾ ദിവ്യമായ ശാസ്താ വിഗ്രഹം അവിടെ കാണപ്പെട്ടു. സ്വാമിയാർ നിർദ്ദേശിച്ചതനുസരിച്ച് ബ്രാഹ്മണർ അത് പുറത്തെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു. ശുദ്ധജലം ഒഴിച്ചു കഴുകി ചെളിയെല്ലാം കളഞ്ഞപ്പോൾ ബിംബം നന്നായി ജ്വലിച്ചു. ഇത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോന്ന ഓതർമല ശാസ്താവിന്റെ വിഗ്രഹമായിരിക്കും. നാട്ടുകാരിൽ ചിലർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ബിംബം ഒഴുകിപ്പോയിട്ട് വർഷങ്ങൾ ഒരുപാടായല്ലോ. ഉടമസ്ഥരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരത് അന്വേഷിക്കുമായിരുന്നു. ഇതുവരെ ആരും അന്വേഷിച്ചു വരാത്ത സ്ഥിതിക്ക് ഈ വിഗ്രഹം ഇനി പൊതക്കഴിയിൽ ശാസ്താവിന്റെ വിഗ്രഹമാണ്. ഇതിന്റെ ഉടമസ്ഥാവകാശം ഇനി മുതൽ ഈ ദേശക്കാർക്കാണ്. വില്യമംഗലത്ത് സ്വാമിയാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ആ വിഗ്രഹം എടുത്ത് അവിടെ യുക്തമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം സ്വാമിയാർ പരിചാരകന്മാരോടൊപ്പം മടങ്ങിപ്പോവുകയും ചെയ്തു. ദേശക്കാരും വഞ്ചി വരെ സ്വാമിയാരെ അനുഗമിച്ചു. പുറപ്പെടും മുൻപ് സ്വാമിയാർ ഒരു ഉപദേശവും നൽകി. ഈ ശാസ്താവിനെ ഇവിടെ ക്ഷേത്രം പണിയിച്ച് കലശം മുതലായവ നടത്തിക്കുകയും ഈ സ്വാമിയെ വേണ്ടതുപോലെ ആദരിക്കുകയും ഭക്തിപൂർവ്വം സേവിക്കുകയും ചെയ്താൽ ഈ ദേശത്തിനും ദേശവാസികൾക്കും അടിക്കടി ശ്രേയസ് വർദ്ധിക്കും. ഇത് ഓർമ്മയിലിരിക്കട്ടെ. സ്വാമിയാർ പോയി കഴിഞ്ഞ ശേഷം ആ ദേശക്കാർ വിവരമെല്ലാം അക്കാലത്തെ ദേശാധിപതിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവിന്റെ അടുക്കൽ അറിയിച്ചു. രാജാവിന്റെ അനുവാദത്തോടും സഹായത്തോടും കൂടി ശാസ്താവിന് ക്ഷേത്രം പണിഞ്ഞു. മേൽക്കൂര കൂടെ കെട്ടിമെയ്യുന്ന വിധത്തിലുള്ളതായിരുന്നു. പിന്നീട് കലശം മുതലായവ നടത്തി പൂജ മുതലായവ ശരിയായി നടത്തുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്തു. ദേവസ്വം കാര്യങ്ങൾ അന്വേഷിച്ചു നടത്തുന്നതിന് ഒരു കാര്യസ്ഥനെയും നിയമിച്ചു. പൊതക്കഴിയിൽ ശാസ്താവ് എന്നാണ് ആ ദേവൻ അറിയപ്പെട്ടു തുടങ്ങിയതെങ്കിലും ക്രമേണ അത്യക്ഷരം ലോപിച്ച് തകഴിയിൽ ശാസ്താവ് എന്നായി തീർന്നു. വർഷങ്ങൾക്ക് ശേഷം ചെമ്പകശ്ശേരി രാജ്യം തിരുവിതാംകൂർ മഹാരാജാവ് പിടിച്ചടക്കിയതിനാൽ ചെമ്പകശ്ശേരി രാജാവിന് നാടുവിടേണ്ടതായി വന്നു. തിരുവിതാംകൂർ ഭരണം അവിടെ
മുറയ്ക്ക് നടപ്പാക്കുന്നതുവരെ ആ ദേശക്കാർ കേവലം അനാഥസ്ഥിതിയിലാണ് കഴിഞ്ഞിരുന്നത്. അതിനാൽ ശാസ്താവിന്റെ ക്ഷേത്ര കാര്യങ്ങളിൽ അവരാരും ശ്രദ്ധിക്കാതെയായി. വേണ്ട സമയത്ത് ക്ഷേത്രം കെട്ടി മേച്ചിൽ നടത്താഞ്ഞതിനാൽ നനഞ്ഞൊലിച്ചും ഭിത്തികൾ ഇടിഞ്ഞ് നിരന്ന് മേൽക്കൂരയെല്ലാം ജീർണിച്ചും നാശമായി തീർന്നു. തകഴിയിൽ ശാസ്താവിൽ അതിയായ വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്ന ഒരു നായർ സ്വാമിയെ ഭജിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ തന്നെ താമസിച്ചിരുന്നു. ആ നാട്ടിലെ ബാലികാ ബാലന്മാരെ സ്വഗൃഹത്തിൽ വെച്ച് അക്ഷരാഭ്യാസം ചെയ്യിക്കുന്ന ജോലിയായിരുന്നു മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിനാൽ നാട്ടുകാർ അദ്ദേഹത്തെ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് അനാഥസ്ഥിതിയിലായി പോയതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മനോദുഃഖം ചില്ലറയായിരുന്നില്ല. എങ്ങനെയെങ്കിലും ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം നടത്തണമെന്ന് ആശാൻ അതിയായി ആഗ്രഹിച്ചു. കേവലം നിർധനനായിരുന്നതിനാൽ ആശാന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. ആ സങ്കടത്തോടെ ആശാൻ അയ്യപ്പ സന്നിധിയിൽ ചെന്ന് ആ കാര്യം സാധിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരണമെന്ന് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ആശാൻ ഒരു സ്വപ്നം കണ്ടു. ആരോ അദ്ദേഹത്തിന്റെ തലയ്ക്കൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു: ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണത്തെ കുറിച്ച് ഓർത്ത് ആശാൻ ഒട്ടും വ്യസനിക്കേണ്ട. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഈ കാര്യം നിഷ്പ്രയാസം സാധിക്കാൻ കഴിയും. തിരുവല്ലയ്ക്ക് കിഴക്ക് ഓദർമല എന്നൊരു വലിയ കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ 84 വിധം പച്ചമരുന്നുകൾ കാണാം. അവയുടെ വേരും ഇലകളും കുറേശ്ശെ പറിച്ചെടുത്ത് കൊണ്ടുവരണം. പിന്നെ കറുപ്പും കഞ്ചാവും ഉൾപ്പെടെ 64 കൂട്ടം അങ്ങാടി മരുന്നുകളും കുറേശ്ശെ വാങ്ങണം. അവയെല്ലാം യഥോചിതം ചേർത്ത് എണ്ണ കാച്ചണം. ആവണക്കെണ്ണ, വേപ്പെണ്ണ, ഓടലെണ്ണ, മരോട്ടി എണ്ണ, പുന്നക്ക എണ്ണ, പൂവത്തെണ്ണ തുടങ്ങി എല്ലാ എണ്ണകളും ചേർത്ത് വേണം ഇത് കാച്ചാൻ. എന്നാൽ എള്ളാട്ടിയെടുക്കുന്ന എണ്ണ ചേർക്കാനും പാടില്ല. ഇങ്ങനെ കാച്ചിയെടുക്കുന്ന എണ്ണ ഏതു തരം രോഗികൾക്ക് കൊടുത്ത് സേവിച്ചാൽ സകല രോഗങ്ങളും മാറും. വിശേഷിച്ച് വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഈ എണ്ണ ഏറ്റവും ഫലപ്രദമായിരിക്കും. ഇതിന് ചെറുതായ വിലയും ദേവസ്വത്തിലേക്ക് ഈടാക്കിക്കൊള്ളണം. എണ്ണയുടെ മഹത്വത്തെക്കുറിച്ച് പ്രചാരം സിദ്ധിക്കുന്നതോടെ രോഗികളായ അസംഖ്യം പേർ എണ്ണ സേവിക്കാനായി വന്നു തുടങ്ങും. അവരിൽ നിന്ന് എണ്ണ വിലയായും മറ്റും കിട്ടുന്ന പണം കൊണ്ട് ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം സുഗമമായി നടത്താൻ കഴിയും. അത് കഴിഞ്ഞാൽ ഈ എണ്ണ നിമിത്തം ദേവസ്വത്തിൽ ധനം വർദ്ധിച്ചുകൊള്ളും. തൽക്കാലം അങ്ങാടി മരുന്നുകളും എണ്ണകളും വാങ്ങാൻ ആവശ്യമുള്ള പണം ഇതാ ഇവിടെ ഇരിക്കുന്നു. ആശാൻ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് ചുറ്റും നോക്കിയെങ്കിലും അവിടെ എങ്ങും ആരെയും കണ്ടില്ല. പക്ഷേ തലയ്ക്കൽ കുറച്ച് പണം ഇരിക്കുന്നുണ്ടായിരുന്നു. തകഴിയിൽ ശാസ്താവ് തന്നെയാണ് തന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞതെന്നും പണം തന്നതെന്നും ആശാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ആ പണം എണ്ണയും അങ്ങാടി മരുന്നും വാങ്ങാനായി എടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ആശാൻ ഓദർമലയിലെത്തി 84 കൂട്ടം പച്ചമരുന്നുകളും പറിച്ചുകൊണ്ട് അദ്ദേഹം തകഴിയിൽ മടങ്ങിയെത്തി. എണ്ണകളും പച്ചമരുന്നുകളും എല്ലാം ശേഖരിച്ച് സ്വപ്നത്തിലുണ്ടായ സ്വാമി നിയോഗം പോലെ 5-6 ദിവസം കൊണ്ട് ആ എണ്ണ കാച്ചി അരിച്ചു വെച്ചു. പല വൈദ്യന്മാർ വളരെ നാളുകൾ ചികിത്സിച്ചിട്ടും ഭേദമാകാതെ ഉപേക്ഷിക്കപ്പെട്ട അനേകം രോഗികൾ അക്കാലത്ത് ആ നാട്ടിലുണ്ടായിരുന്നു. ആശാൻ അവരെയൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അവരെ എല്ലാം ക്ഷേത്രസന്നിധിയിൽ ഭജനമിരുത്തി ഉഴക്കി എണ്ണയ്ക്ക് ഒരു പണം വീതം നടക്കി വെപ്പിച്ചുകൊണ്ട് എണ്ണ കൊടുത്ത് സേവിപ്പിച്ചു. ചിലർക്ക് ഒരു ദിവസം എണ്ണ സേവിച്ചപ്പോൾ തന്നെ പൂർണ്ണ സുഖം ലഭിച്ചു. ചിലർക്ക് 3 ദിവസം എണ്ണ സേവിക്കേണ്ടതായി വന്നു. ചുരുക്കം ചിലർക്ക് 12 ദിവസം എണ്ണ സേവിച്ചപ്പോഴാണ് പൂർണ്ണ സുഖം കൈവന്നത്. ആ എണ്ണ സേവിച്ചിട്ട് ആർക്കും സുഖം പ്രാപിക്കാതിരുന്നതുമില്ല. തകഴിയിൽ ശാസ്താവിന്റെ എണ്ണയെക്കുറിച്ചുള്ള ഖ്യാതി ലോകപ്രസിദ്ധമായി തീർന്നു. എണ്ണ സേവിക്കാൻ എത്തുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരുന്നു. വരുന്നവർക്കെല്ലാം കൊടുക്കാൻ കഴിയത്തക്ക വിധം ആശാൻ എണ്ണ കാച്ചി അരിച്ച് ദേവസ്വത്തിൽ ഏൽപ്പിച്ചുകൊണ്ടുമിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും എണ്ണ വിലയായും ഭക്തജനങ്ങളുടെ കാണിക്കയായും ദേവസ്വത്തിൽ ലഭിച്ച പണം കൊണ്ട് ആശാന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണവും കലശവും മറ്റും ഭംഗിയായി നടത്തി. വീണ്ടും രോഗികൾ വന്നുകൊണ്ടിരുന്നതിനാൽ ദേവസ്വത്തിലെ ധനം പൂർവാധികം വർദ്ധിച്ചുകൊണ്ട് തന്നെയിരുന്നു. അതിനാൽ ആശാൻ ക്ഷേത്രത്തിലെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയെല്ലാം പരിഷ്കരിച്ചു ഭംഗിയാക്കി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രായാധിക്യത്താൽ ആശാൻ അവശനായി തീർന്നിരുന്നു. മരുന്നുകളും മറ്റും ശേഖരിക്കാനും എണ്ണ കാച്ചി ദേവസ്വത്തിൽ ഏൽപ്പിക്കാനും അദ്ദേഹം അശക്തനായി തീർന്നു. അതിനാൽ എണ്ണയ്ക്കു വേണ്ട മരുന്നുകളുടെ വിവരങ്ങളും അതിൽ ചേർക്കേണ്ട എണ്ണകളുടെ പേരും അളവും കാച്ചി അരിക്കാനുള്ള ക്രമവും മറ്റും വിശദമായി ഒരു ചാർട്ട് എഴുതി ദേവസ്വത്തിൽ ഏൽപ്പിച്ചു. അധികം വൈകാതെ ആശാൻ ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു.
സൽഗുണസമ്പന്നനും ഭക്തനുമായിരുന്ന ആശാന്റെ വിയോഗത്തിൽ ദേവസ്വംകാർക്കും നാട്ടുകാർക്കും ഉണ്ടായ സങ്കടത്തിന് അതിനുണ്ടായിരുന്നില്ല. നാട്ടുകാരെല്ലാം കൂടിയാലോചിച്ച് ആശാന്റെ രൂപം എന്നും കാണുന്നതിനും അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണ എന്നും ജനഹൃദയത്തിൽ നിലനിർത്തുന്നതിനുമായി ആശാന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി ആ വിഗ്രഹം അവർ ക്ഷേത്ര സന്നിധിയിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആശാന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ചാർത്തിൻ പടി ദേവസ്വക്കാർ എണ്ണ കാച്ചി അരിക്കുകയും പതിവ് പോലെ രോഗികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. എണ്ണ ഉപയോഗിച്ചവർക്കെല്ലാം രോഗശമനം ഉണ്ടായതിനാൽ അയ്യപ്പസ്വാമിയുടെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഒഴക്ക് എണ്ണയുടെ വില ഒരു പണമായിരുന്നത് 1/2 രൂപയാക്കി വർദ്ധിപ്പിച്ചുവെങ്കിലും രോഗികളുടെ വരവ് വർദ്ധിച്ചതേയുള്ളൂ. എണ്ണ കാച്ചിയിരിക്കുന്നത് ദേവസ്വക്കാരാണെങ്കിലും മരുന്നുകൾ പറിച്ചുകൊണ്ടുവരുന്നത് ദേവസ്വത്തിലെ അടിയാരായിട്ടുള്ള പുലേരാണ്. മലയിൽ ചെന്ന് മരുന്നുകൾ പറിച്ചു കൊണ്ടുവരുന്നതിന് അവർക്ക് 4-5 ദിവസം വേണം. അതിനാൽ അത്രയും ദിവസത്തെ അരിയും കോപ്പും കൊടുത്താണ് അവരെ മലയിലേക്ക് പറഞ്ഞയക്കുന്നത്. പുലയർ കൊണ്ടുവരുന്ന മരുന്നുകളിൽ വേണ്ടുന്നവയും വേണ്ടാത്തവയും ഉണ്ടാകും. അവർ തിരഞ്ഞെടുക്കുന്നതിന് പുലയർക്കും അറിയില്ല, ദേവസ്വക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ആ മരുന്നുകളെല്ലാം കൂടി കെട്ടിവെക്കുന്ന നേരത്ത് മണ്ഡപത്തിൽ വെച്ചേക്കും. അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ അവയിൽ ചിലതെല്ലാം താഴെ വീണ് കിടക്കുന്നത് കാണാം. അവ കൊള്ളാത്തവയാണെന്ന വിശ്വാസത്തോടെ ദേവസ്വക്കാരെടുത്ത് കളയും. ബാക്കിയുള്ളവയെടുത്ത് എണ്ണ കാച്ചും. എണ്ണയ്ക്ക് അവിടെ ആരും പാകം നോക്കാറില്ല. ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ എണ്ണയെടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കും. കുറെ നേരം കഴിയുമ്പോൾ ക്ഷേത്രത്തിനകത്തു നിന്ന് ഒരു മണിനാദം കേൾക്കും. ഉടനെ എണ്ണ വാങ്ങി അരിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ പാകം. എണ്ണ അരിക്കുന്ന ദിവസം ഉച്ചപൂജയ്ക്ക് ശാസ്താവിന് വിശേഷാൽ ഒരു ശർക്കര പായസ നിവേദ്യം പതിവുണ്ട്. അതിന് എണ്ണ പായസം എന്നാണ് പറയാറുള്ളത്. ആ പായസം രുചിച്ചു നോക്കിയാൽ അതിന് അവിടെ അരിക്കുന്ന എണ്ണയുടെ സ്വാദ് നല്ലതുപോലെ ഉണ്ടായിരിക്കും. ജനങ്ങൾ എണ്ണപ്പായസം ഭക്തിയോടുകൂടി ഭക്ഷിക്കുക പതിവാണ്. തകഴിയിൽ ശാസ്താവിന് അടനിവേദ്യം വളരെ പ്രധാനമാണ്. ദിവസവും അവിടെ അടനിവേദ്യമുണ്ട്. ഒരു പട്ടരുടെ വഴിപാടായാണ് ഇതവിടെ നടന്നു പോകുന്നത്. പാണ്ഡ്യയിൽ നിന്ന് കച്ചവടത്തിനായാണ് പട്ടർ കേരളത്തിലെത്തിയത്. പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച ശേഷം പട്ടർ തകഴിയിൽ വന്നു ചേർന്നു. തകഴിയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. തകഴിയിൽ ഒരു കച്ചവടം ആരംഭിച്ച പട്ടർ സ്ഥിര താമസവും അവിടെയാക്കി. അടക്കച്ചവടവും അദ്ദേഹം നടത്തിയിരുന്നു. കച്ചവടത്തിൽ അദ്ദേഹത്തിന് നല്ല ലാഭം കിട്ടിക്കൊണ്ടിരുന്നു. തകഴിയിൽ ശാസ്താവിനെ വളരെ ഭക്തിയോടെ സേവിച്ചു കൊണ്ടിരുന്നതിനാലാണ് തനിക്ക് ഇത്രയും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായതെന്ന് ആ പട്ടർ ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ ദിവസവും അദ്ദേഹം ശാസ്താവിനെ അടവഴിപാട് നടത്തി. അതിന് മുടക്കം വരുത്തിയതുമില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പട്ടർ വലിയ ധനവാനായി തീർന്നു. ആ ദേശത്ത് നിലങ്ങളായും പുരയിടങ്ങളായും ധാരാളം വസ്തുക്കൾ അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വദേശമായ പാണ്ഡ്യയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അത്യാവശ്യമുണ്ടായി. വസ്തുക്കളെല്ലാം വിശ്വസ്തരായ ചിലരെ പാട്ടത്തിന് ഏൽപ്പിച്ചു. പാട്ടം പണമായിട്ട് പാണ്ഡ്യയിൽ അയച്ചു കൊടുക്കാനും അടവഴിപാട് മുടക്കം കൂടാതെ നടത്താനും ഒരു സ്നേഹിതനെ ചുമതലപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അടക്കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അടവഴിപാട് നടത്താൻ ബുദ്ധിമുട്ടില്ലാതിരുന്നതിനാൽ അതിനായി പ്രത്യേകം ഒന്നും കൊടുക്കാതെയാണ് പട്ടർ സ്വദേശത്തേക്ക് പോയത്. പട്ടർ പാണ്ഡ്യയിലേക്ക് പോയി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അടക്കച്ചവടം തീരെ നടക്കാതെയായി. അതിനാൽ പട്ടരുടെ സ്നേഹിതന് അടവഴിപാട് നടത്താൻ കഴിയാതെയായി. വഴിപാട് മുട്ടിയപ്പോൾ പാണ്ഡ്യയിൽ എത്തിയ പട്ടരുടെ ഗൃഹത്തിൽ ചില ആപത്തുകളും അനർത്ഥങ്ങളും കണ്ടു തുടങ്ങി. പട്ടർ അതിന് പല വിധത്തിലുള്ള പ്രതിവിധികൾ ചെയ്തെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. പട്ടർ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെച്ചു നോക്കി. ശാസ്താവിന്റെ കോപം മൂലമാണ് ഈ ആപത്തുകൾ ഉണ്ടാകുന്നതെന്ന് പ്രശ്നക്കാരൻ വിധിച്ചു. പട്ടർ ഉടൻ തന്നെ തകഴിയിലെത്തി. വിവരം അന്വേഷിച്ചപ്പോഴാണ് എന്നും മുടങ്ങാതെ നടത്തണമെന്ന് നിശ്ചയിച്ചിരുന്ന അടവഴിപാട് കുറച്ചു ദിവസമായി മുട്ടിയിരിക്കുന്നു എന്നറിയുന്നത്. തന്റെ വക നിലങ്ങളിൽ അപ്പോൾ നെല്ലി വിളഞ്ഞു കിടന്നിരുന്ന 12 പറ കണ്ടം അടവഴിപാട് മുട്ടാതെ എന്നും നടത്തേണ്ടതിലേക്കായി ദേവസ്വത്തിലേക്ക് തീറായി എഴുതി കൊടുത്തു. വഴിപാട് മുട്ടിച്ചതിന് ചില പ്രായശ്ചിത്തങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പട്ടർ പാണ്ഡ്യയിലേക്ക് മടങ്ങിയത്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അനർത്ഥങ്ങൾ മാറിയിരുന്നു.
അദ്ദേഹം എഴുതി കൊടുത്ത പുഞ്ചനിലത്തിൽ നിന്നുള്ള ആദായം കൊണ്ടാണ് ഇപ്പോഴും ദേവസ്വംകാർ അടവഴിപാട് മുടക്കം കൂടാതെ നടത്തുന്നത്. ജനനം മുതൽക്ക് തന്നെ കാൽ നിവരാത്ത ഒരു പട്ടരുണ്ടായിരുന്നു. നിൽക്കാനോ നടക്കാനോ പ്രാപ്തിയില്ലാത്ത അയാൾ 4 കാലിൽ നടന്നാണ് വീടിനുള്ളിൽ പോലും സഞ്ചരിച്ചിരുന്നത്. അയാൾക്ക് യൗവനമായപ്പോൾ തകഴിയിൽ ശാസ്താവിനെ ചെന്നു കണ്ട് വന്ദിക്കണമെന്നൊരാഗ്രഹമുണ്ടായി. കൈകൾ കൂട്ടിക്കുത്തി 4 കാലിന്മേൽ നടന്ന് അയാൾ പാണ്ടിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരുവിധം അമ്പലപ്പുഴയിൽ വന്നു ചേർന്നു. തകഴി ശാസ്താവിന്റെ കുറച്ച് എണ്ണ വാങ്ങി സേവിച്ചാൽ അങ്ങേരുടെ ഈ ബുദ്ധിമുട്ട് മാറിയേക്കും. അനുകമ്പ തോന്നിയ ചിലർ പട്ടരെ ഉപദേശിച്ചു. പട്ടരുടെ കൈവശം പണം ഇല്ലാതെ ഇരുന്നതിനാൽ അദ്ദേഹത്തിന് എണ്ണ വാങ്ങി സേവിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഒരു ദിവസം പാൽപായസത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പതിവായി പാൽ കൊണ്ടുവന്നു കൊടുക്കുന്ന സ്ത്രീകൾക്ക് ദേവസ്വംകാർ കണക്കു തീർത്ത് പണം എണ്ണി കൊടുക്കുന്നത് ആ പട്ടർ കണ്ടു. പട്ടർ ആ സ്ത്രീകളുടെ അടുക്കൽ ചെന്ന് പണത്തിനായി യാചിച്ചു. അയാളോട് സഹാനുഭൂതി തോന്നിയ അവർ തങ്ങളാലാവും വിധം സാമ്പത്തിക സഹായം ചെയ്തു. സന്തുഷ്ടനായ പട്ടർ ആ പണവും കൊണ്ട് തകഴിയിൽ ശാസ്താവിന്റെ അടുക്കലെത്തി. 3 ദിവസം അയാൾ ദേവസ്വംകാരിൽ നിന്ന് എണ്ണ വാങ്ങി സേവിച്ചു. 4ാം ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തിന് കാൽ കുത്തി കുറേശ്ശെ നടക്കാമെന്നായി. പിന്നെയും കുറച്ച് എണ്ണ കൂടി വാങ്ങി സേവിച്ചു. ബാക്കി ഉണ്ടായിരുന്ന പണം അടവഴിപാടിനായി ദേവസ്വത്തിൽ ഏൽപ്പിച്ച ശേഷം പട്ടർ വടി കുത്തി നടന്ന് അമ്പലപ്പുഴയിലെത്തി. 4-5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ വടി കുത്താതെ പട്ടർക്ക് നടക്കാൻ കഴിയുമെന്നായി. ക്രമേണ അയാൾ സാധാരണക്കാരെ പോലെ നടക്കാനും ഓടാനുമൊക്കെ പ്രാപ്തനായി തീരുകയും ചെയ്തു. ഒരാണ്ടിലെ ഉത്സവത്തിന് ജനങ്ങളിൽ നിന്നും പതിവ് പോലെ പണം പിരിഞ്ഞു കിട്ടിയില്ല. ആറാട്ടിന്റെ എഴുന്നള്ളിപ്പിന് തീ വെട്ടി കൊഴിക്കാനുള്ള വെളിച്ചെണ്ണ വാങ്ങാൻ പണമില്ലാതെ ദേവസ്വം മാനേജർ വിഷമിച്ചു. അദ്ദേഹം ഒരു കച്ചവടക്കാരനെ സമീപിച്ച് വെളിച്ചെണ്ണ കടമായി നൽകണമെന്നും എഴുന്നള്ളത്തും ആറാട്ടുമൊക്കെ കഴിഞ്ഞിട്ട് പണം അടക്കി കൊടുക്കാമെന്നും പറഞ്ഞു. കച്ചവടക്കാരൻ അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ആറാട്ട് ദിവസം വെളിച്ചെണ്ണ വാങ്ങാൻ ചെന്നപ്പോൾ കച്ചവടക്കാരൻ കാലുമാറിക്കളഞ്ഞു. രൊക്കം പണം നൽകിയാലേ വെളിച്ചെണ്ണ കൊടുക്കൂ എന്നയാൾ ശഠിച്ചു. അത് കേട്ട് ദേവസ്വം മാനേജർ വിഷണ്ണനായി. ആറാട്ടിന്റെ എഴുന്നള്ളിപ്പ് കാണാനായി അന്ന് മേൽജാതിക്കാരും കീഴ്ജാതിക്കാരുമായി അനേകം ആളുകൾ അവിടെ കൂടിയിരുന്നു. തീവെട്ടി കൊഴിക്കാൻ എണ്ണയില്ലാതെ ദേവസ്വംകാർ വിഷമിച്ചു. പെട്ടെന്ന് കാഴ്ചക്കാരായി അവിടെ എത്തിയിരുന്ന ചില പുരുഷന്മാരും സ്ത്രീകളും തുള്ളിത്തുടങ്ങി. കൂട്ടത്തിൽ ഒരാൾ വെളിച്ചപ്പാടിനെ പോലെ തുള്ളിക്കൊണ്ട് ശാസ്താവിന്റെ ആജ്ഞ എന്ന പോലെ പറഞ്ഞു, ഈ തുള്ളുന്നവരിലെല്ലാം എന്റെ ഭൂതങ്ങൾ ആവേശിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 50 പണം വീതം ഇവിടെ കാണിക്കയിട്ടാലല്ലാതെ തുള്ളൽ നിൽക്കുകയില്ല. തുള്ളിക്കൊണ്ടു നിന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കൂടെയുണ്ടായിരുന്നവർ ഉടൻ തന്നെ കാണിക്കയിട്ടു. അതോടെ അവരുടെ തുള്ളൽ അവസാനിക്കുകയും ചെയ്തു. കാണിക്കയിട്ടു കിട്ടിയ പണം ശേഖരിച്ച് ദേവസ്വം മാനേജർ വെളിച്ചെണ്ണ വാങ്ങി. തീവെട്ടികളെല്ലാം കത്തി ജ്വലിച്ചു. ആറാട്ട് കെങ്കേമമായി നടക്കുകയും ചെയ്തു. വെളിച്ചെണ്ണ വാങ്ങിയിട്ടും പണം മിച്ചമുണ്ടായിരുന്നു. തകഴിയിൽ ശാസ്താവിന്റെ അത്ഭുത കൃത്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇത്രയുമാണ് തകഴിയിൽ ശാസ്താവുമായി ബന്ധപ്പെട്ട ചരിത്രം. തകഴിയിൽ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ തകഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്പലത്തിലെ സമയം രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയുമാണ്. താങ്ക് യു.